ഇടുക്കി ഉടുമ്പൻചോലയിൽ മികച്ച വിളവ് ലക്ഷ്യമിട്ട് പാവയ്ക്ക കൃഷി ഇറക്കിയ കർഷകർക്ക് ഇരുട്ടടിയായി പെട്ടെന്നുണ്ടായ രോഗബാധ. കാമുരടിപ്പും ഇലകൾക്കുണ്ടാകുന്ന മഞ്ഞപ്പ് ബാധയുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഏക്കർ കണക്കിന് കൃഷിയാണ് ഉടുമ്പൻചോലയിൽ മാത്രം നശിച്ചത്. ഉടുമ്പൻചോല താലൂക്കിലെ പൊന്നാമല പെരിഞ്ചാംകുട്ടി മേഖലയിലെ പാവൽ കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. പാവലിൻ്റെ വേരിലും തണ്ടിലും ഉണ്ടായ ചീയൽ രോഗബാധയെ തുടർന്ന് വ്യാപകമായി ഇല മഞ്ഞളിപ്പ് രോഗം ബാധിച്ചു. ഇത്തരത്തിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ഇലകൾ പിന്നീട് കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി കായ്ഫലം കുറഞ്ഞു. ഇതിനു പിന്നാലെ ഉണ്ടാകുന്ന കായിൽ മുരടിപ്പ് രോഗം കൂടി പിടിപെട്ടതോടുകൂടി കർഷകർ പ്രതിസന്ധിയിലായി. ഇപ്പോൾ പാവലിൻ്റെ മെയിനായിട്ടുള്ള കേടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇല പഴുത്തു പോവുക, അതുപോലെ കായൽ മഴ കൂടി കഴിയുമ്പോഴത്തേനും കാ ചീഞ്ഞ് മുള്ളു ചെയ്യുക, എന്നിട്ട് ആ പാവയ്ക്ക് അങ്ങ് കേടായി പോവുക. അത് എടുക്കുകയല്ല, മാർക്കറ്റിൽ കൊണ്ടുപോയാലും അങ്ങനെയുള്ള കേടുകളാണ് കൂടുതലും കാണുന്നത്. മഴക്കാലത്താണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പിന്നെ തലയ്ക്കാൻ മുരടിക്കുന്ന ഒരു കേടുണ്ട്. ഈ തലയ്ക്കാൻ വന്നേച്ച് മുരടിച്ച് നിൽക്കും. അതിന് പിന്നെ മരുന്നൊക്കെ അടിച്ച് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ചെടികൾ പിഴുതുമാറ്റുവാനാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരോട് നിർദ്ദേശിച്ചത്. ലക്ഷങ്ങൾ മുടക്കിയ കൃഷിയായതിനാൽ ചെടി പിഴുതുകളയാതെ ലഭിക്കുന്ന കായ വിളവെടുത്ത് വിൽപ്പന നടത്തി വലിയ നഷ്ടത്തിൽ നിന്നും കരകയറാനാണ് മിക്ക കർഷകരും തയ്യാറെടുക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.